എറണാകുളത്തും പൊന്നാനിയിലും CPM സ്ഥാനാർത്ഥികളായത് അപ്രതീക്ഷിത മുഖങ്ങൾ. പഴയ ലീഗ് നേതാവായ KS ഹംസയ്ക്ക് മുസ്ലിം സംഘടനകളുമായുള്ള ബന്ധം പൊന്നാനിയിൽ വോട്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷ. എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന വനിതാ സ്ഥാനാർത്ഥിക്കായുള്ള CPM അന്വേഷണമാണ് KJ ഷൈനിലേക്ക് ഒടുവിലെത്തിയത്. UDFന് ശക്തമായ മേൽക്കൈയുള്ള പൊന്നാനിയിലും എറണാകുളത്തും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളിലൂടെ പരമാവധി വോട്ട് നേടാനാണ് CPIMന്റെ ശ്രമം. പഴയ ലീഗ് നേതാവായ KS ഹംസയിലൂടെ പൊന്നാനിയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. സമുദായ നേതാക്കളുമായുള്ള ഹംസയുടെ ബന്ധം ഗുണമാകുമെന്നും CPIM കരുതുന്നു. ഒരാളുടെയും സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ആരും ഇവിടെ ഇല്ല. ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആളും ഇല്ല. ഇത് രണ്ടും കൂടി വന്നാൽ പിന്നെ എന്താ കേരളത്തിന്റെ ഒരു അവസ്ഥ? പാർട്ടി അംഗം പോലുമല്ലാത്ത പൊതുസമ്മതരെ പലതവണ സ്ഥാനാർത്ഥിയാക്കി അണികളെ ഞെട്ടിച്ച പാരമ്പര്യം എറണാകുളത്ത് CPMനുണ്ട്. എന്നാൽ ഈ പതിവ് ഇത്തവണ തിരുത്തി. സാമുദായിക പ്രാതിനിധ്യവും പുതുമുഖമെന്ന പരിഗണനയും നൽകിയാണ് KJ ഷൈൻ എന്ന അധ്യാപക സംഘടനാ നേതാവിലേക്ക് CPIM എത്തിയത്. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഇലക്ഷൻ വർക്കിൽ ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇറങ്ങും. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനം അറിയുന്ന മുറയ്ക്ക് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. വ്യക്തി എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യമെന്ന് ഹൈബി ഈഡന്റെ പ്രതികരണം. ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും മാനവും ഉണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ സർക്കാരിനെ വിലയിരുത്തുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിലയിരുത്തുന്ന ഒരു MP എന്നുള്ള രീതിയിൽ എൻ്റെ പാർലമെൻ്ററി പെർഫോമൻസിനെയും മണ്ഡലത്തിലെ വികസന പദ്ധതികളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മവിശ്വാസത്തോടെ UDFും കോട്ടകൾ പിടിച്ചുലയ്ക്കാമെന്ന പ്രതീക്ഷയിൽ CPIMും കരുക്കൾ നീക്കുമ്പോൾ പോരാട്ടം തീപാറും. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി.